ശിവനാണ് യോഗ തുടങ്ങിയത് എന്നാണ് അറിയാം. അതിനെ പണ്ടുപണ്ടേ യോഗ ചെയ്തിരുന്നു ലോകത്തിൽ മുഴുവനും. അതിനെ ചിട്ടപ്പെടുത്തിയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് പതഞ്ജലി മഹർഷിയാണ്. അപ്പം അദ്ദേഹത്തിനെ നമുക്ക് അനുസ്മരിക്കാം. ഈ ശ്ലോകം എഴുതിയത് നമ്മൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. തൃശ്ശൂർ നഗറിന ഇല്ലത്ത് വെച്ചിട്ട് ഒരു 2000 വർഷം 1500-2000 വർഷം മുമ്പ് ഒരു സെമിനാർ നടന്നിട്ടുണ്ട്, അതിലൊരു യോഗം നടന്നിട്ടുണ്ട്. അന്ന് ചെല്ലിയൊരു ശ്ലോകമാണ് ഇത്. അപ്പം അത്രയും നമ്മൾക്ക് അഭിമാനിക്കാവുന്ന ഒരു ശ്ലോകം കൂടിയാണ്. ഇപ്പം ലോകം മുഴുവനും ചെല്ലുന്നതാണ്. യോഗേന ചിത്തസ്യ പദേന വാചാ മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോതം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിരാനതോസ്മി. നതോസ്മി എന്താ പറയുന്നത്? യോഗേന ചിത്തസ്യ, യോഗം കൊണ്ട് ചിത്തത്തിനെ, പദേന വാച, പദം കൊണ്ട് വാക്കുകളെ. എന്താ വെച്ചാല് ഇതേ പതഞ്ജലി മഹർഷി തന്നെയാണ് പാണിനിയുടെ വ്യാകരണത്തിന് ഭാഷ്യം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പദങ്ങളുടെ കൊണ്ട് നമ്മുടെ വാക്കുകളെ ശുദ്ധമാക്കി തന്ന ആളും കൂടിയാണ് അദ്ദേഹം. അതുകൂടാണ്ട് അദ്ദേഹം ആയുർവേദത്തിൽ വളരെയധികം സേവനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മലം ശരീരസ്യ വൈദ്യകേന, ശരീരത്തിന്റെ മലം വൈദ്യനായിട്ട് നമുക്ക് തീർത്ത് തന്ന ആ പതഞ്ജലി മഹർഷിക്ക് ഞങ്ങൾ കൈ തൊഴുത് നമസ്കരിക്കണം. ഒന്നുകൂടി ചെല്ലട്ടെ, എല്ലാവരും മനസ്സിൽ ചെല്ലിപ്പോൾ ഒരുമിച്ച് ഞാൻ ഒരുമിച്ച് ചെല്ലാം. യോഗേന ചിത്തസ്യ പദേന വാചാ മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോതം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിരാനതോസ്മി. എന്താണ് യോഗ? യോഗ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? യോഗം എന്ന് പറഞ്ഞാൽ നമുക്കൊരു യോഗമാണ്. എന്താ യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരല്. യുജ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്, ധാതു എന്ന് പറയും. അത് എന്താണ് പഠിപ്പിട്ടിപ്പോ സംസ്കൃതം എന്ന് ചോദിച്ച് പഠിച്ചാൽ മതി. ധാതു, യുജ് എന്ന് പറയുന്ന ധാതു എന്നാണ് യോഗം വന്നിരിക്കുന്നത്. യുജ് എന്ന് പറഞ്ഞാൽ ചേരല്. എന്തിനോട് കൂടിയിട്ടാണ് ചേരുന്നത്? കുട്ടികളോട് ചോദിച്ചാൽ അറിയില്ല, അവർക്ക് അതിൻ്റെ പ്രായമല്ല. വലിയവർക്കറിയാം എന്തിനോട് കൂടിയിട്ടാണ് ഈ ചേരുന്നത്. പറയാൻ പറ്റുമോ? എന്തിനോട് ചേരുന്നത്? മനസ്സും ബുദ്ധി അല്ലേ? അതാണ് ഏറ്റവും താഴത്തെ നില. താഴത്തെ തലം മനസ്സും ബുദ്ധി. ആദ്യം നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിവിടെ ഇരിക്കണം അല്ലേ? കൈ ഉയർത്തണം, അങ്ങോട്ട് നോക്കണം അല്ലേ? ഈ ശരീരം എന്ന് പറയുന്നത് എപ്പോഴും വർത്തമാന കാലത്തിലാണ്. നമ്മൾ ചെയ്യണ സമയത്താണ് ശരീരം. അതേസമയത്ത് നമ്മുടെ മനസ്സോ, കുട്ടിനെ എന്താ ആലോചിക്കണേ? ഓടിപ്പോയില്ലേ മനസ്സ്? എവിടേക്ക് ഓടിയില്ലേ? മനസ്സിങ്ങനെ ഓടിപ്പോവും. മനസ്സിനെ ഈ നിമിഷം സൂര്യനിലേക്ക് എത്താൻ പറ്റും. അവിടെ പോയിട്ട് സൂര്യൻ അവിടെ നിൽക്കുന്ന എല്ലാവരോടും ബൈ ബൈ പറയാൻ പറ്റും. ലോകത്തിനോട് മുഴുവനും അല്ലേ? ഗാലക്സിയോട് മുഴുവനും. അത്ര ശക്തിയാണ് മനസ്സിങ്ങനെ ഓടും. പിന്നെ അപ്പൊ എന്താ പ്രശ്നം നമുക്ക്? ഇനി എങ്ങനെ ഈ ശരീരത്തിന് മനസ്സിനെ പിടി കൂട്ടാൻ? യോഗിക്കുക എന്താന്ന് പറഞ്ഞ മനസ്സും ശരീരവും കൂടി ചേരണമെന്നാ പറഞ്ഞേ. ഇത്ര ഓടിപ്പോണ ആളാണ് അല്ലേ മനസ്സ്? ഈ മനസ്സിനെ ഇനി എങ്ങനെയാ നമ്മുടെ കൂടെ നിർത്തുക? അതന്നെയാണ് ആദ്യത്തെ. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും ആദ്യത്തെ നില. പക്ഷേ അതല്ല, അതിനപ്പുറം, ഈ മനസ്സിനപ്പുറം നമ്മുടെ ഉള്ളില് ജീവനുണ്ട്. ജീവൻ തുടിക്കുന്നുണ്ട് അല്ലേ? ആ ജീവൻ പോയി കഴിഞ്ഞാൽ ശരീരം അവിടെ ഉണ്ട് ഇല്ലേ? എന്നാലും നമ്മളില്ല. നമ്മളെവിടേക്ക് പോയി? അതാണ് നമ്മുടെ ജീവൻ.
ആ ജീവനിലേക്ക് നമ്മളുടെ മനസ്സും ശരീരം വിട്ട് ജീവനിലേക്ക് എത്തലാണ് അടുത്ത യോഗം. യോഗ എന്ന് പറയുന്നതിന്റെ രണ്ടാമത്തെ നില ജീവനിലേക്ക് എത്തല. അവിടെ നിന്നില്ല കാര്യം. ഈ ജീവനെ അവിടെ നിർത്തണത് ഒരു എനർജിയാണ്. അതിനാണ് പറയാ നമ്മൾ ഈശ്വരൻ. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നമ്മളുടെ എല്ലാവരുടെ ഉള്ളിൽ നിൽക്കുന്ന ഈശ്വരൻ. നമ്മൾ ഒന്നാണ്, നമ്മളൊക്കെ ഒരു ഈശ്വരനാണ്. ആ ഈശ്വരന്റെ വേറിട്ട ജീവനുകളാണ്, ഒരു ഭാവങ്ങളാണ്. എന്തിനങ്ങനെ വേറെ വേറെ ജീവൻ ഉണ്ടാക്കി വെച്ചാണ് ഈശ്വരൻ? സന്തോഷിക്കാൻ. നമ്മുടെ ഉദ്ദേശം എന്താ? ആനന്ദം. ആനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വരൻ പ്രകൃതിയുടെ കൂടെ കെട്ടിപ്പിടിച്ചിട്ട് ഈ ലോകം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഈശ്വരനാണ് എന്നറിയലാണ് ഏറ്റവും പരമമായിട്ടുള്ള യോഗത്തിന്റെ ലക്ഷ്യം. മനസ്സിലാവണ്ടോ? അപ്പൊ നമ്മൾ ഈശ്വരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ നമ്മൾ വല്ലതിനും പേടിക്കണോ? വേണോ? നമ്മൾ ഈശ്വരനല്ലേ, അല്ലേ? പക്ഷെ അത് അനുഭവിക്കണം. അപ്പൊ നമ്മൾ നല്ല പവർഫുൾ ആവും. യോഗ കർമ്മസു കൗശലം. നമ്മൾ എന്ത് ചെയ്യരുതും നന്നായിട്ട് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ നമ്മൾ ഈശ്വരനാണ്. നമ്മൾ പിന്നെ എന്തിനാ പേടിക്കണേ? നമ്മളിപ്പോ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ പേടിക്കണേ? നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും, ഭാവിയെ കുറിച്ച് നാളെ എന്താ ഉണ്ടാവാൻ പോണേന്ന് ചിന്തിക്കും. ഈ കുട്ടികളൊന്നും അത് ചിന്തിക്കില്ല കേട്ടോ. പ്രായം കൂടി വരുമ്പോഴാണ് ഓരോന്ന് മനസ്സെന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അയാൾ മഹാസാധനം കേട്ടോ. അതിങ്ങനെ അഴുക്കുകളൊക്കെ അവിടുന്ന് ഇവിടുന്ന് എടുത്തിട്ട് ഈ ഈശ്വരനെ അങ്ങോട്ട് പൊതിഞ്ഞാ വെക്കും. എങ്ങനെ അറിയോ? ഒരു വിളക്കും മൂട്ടവിളക്ക് കണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ? നിങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലേ മൂട്ടവിളക്ക്? നമ്മൾ എന്താന്ന് പതിവ് സന്ധ്യക്ക് മൂട്ടവിളക്കിന്റെ ഒക്കെ നല്ലോണം തുടച്ച് അല്ലേ? കുട്ടി ഉണ്ടാവില്ല, ഉണ്ടാവാം. ചെയ്തിട്ടുണ്ടോ കുട്ടിയില്ല? അല്ല, ഉണ്ടായിരിക്കും. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലേ? മൂട്ടവിളക്ക് നല്ലോണം സന്ധ്യയാകുമ്പോഴേക്കും നല്ലോണം തുടച്ച് വൃത്തിയാക്കി വെക്കും, രാത്രി വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? അതുപോലെ ഈ ചളി പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഉള്ളില്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഈശ്വരൻ പുറത്തേക്ക് വരാത്തത്. ഓക്കെ, അപ്പൊ നമ്മള് ഈ യോഗ എന്ന് പറയണ ഇതൊരു ജീവിത രീതിയാണ്. അല്ലാണ്ട് ഒരു ദിവസം വല്ലപ്പോഴും കൊല്ലത്തിലൊരിക്കൽ ചെയ്യേണ്ട കാര്യമല്ല. എന്നും നമ്മൾ ചെയ്യണം, എല്ലാ നേരം ചെയ്യണം. പുസ്തകം എഴുതിയിട്ട് കേട്ടോ, കാരണം കിട്ടിയ നിങ്ങളൊക്കെ അത് പഠിക്കണം. കുട്ടിയെന്നത് പഠിച്ചാൽ മതി, നിങ്ങളെന്നെ രക്ഷപ്പെട്ടു. കാര്യങ്ങളൊക്കെ എളുപ്പ. ഭഗവത്ഗീത പാതഞ്ജല സൂത്രം പഠിച്ചാൽ മതി. പിന്നെ ഈ സ്കൂളിൽ പോയി ഇവിടെ വായിച്ചില്ലേ ക്വാളിഫിക്കേഷൻ? ഒന്നുമില്ല, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഈ ക്വാളിഫിക്കേഷൻ എത്രയും കുറച്ച് പൈസ ഉണ്ടായാൽ അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ പാതഞ്ജല സൂത്രം പഠിക്കുക, ഭഗവത്ഗീത പഠിക്കുക. ഇത് രണ്ടും കൂടി പഠിച്ചാൽ മതി, അടിപൊളിയായി. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. 4 അധ്യായങ്ങളുടെ പുസ്തകമാണ് അദ്ദേഹം. കുഞ്ഞു പുസ്തകമാണ്, എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അത് പാതഞ്ജലി സൂത്രത്തിന്റെ 2ാമത്തെ അധ്യായത്തിലാണ് അദ്ദേഹം അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത്. യോഗയ്ക്ക് 8 പടികളുണ്ട്. പലർക്കും അറിയുണ്ടാവും, ഇവിടെ അറിയില്ലേ? അഷ്ടാംഗ യോഗം നമ്മൾ നാരായണീയ വായിക്കുമ്പോഴൊക്കെ ധാരാളം വായിക്കുന്നുണ്ടല്ലേ? ഭാഗവതത്തിൽ നാരായണീയത്തിലൊക്കെ വായിക്കുന്നുണ്ട് അഷ്ടാംഗ യോഗം. 8 പടികളാണ്. ആദ്യത്തെ പടി പറഞ്ഞാൽ യമം. യമം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ എങ്ങനെ പെരുമാറണം എന്ന് വ്യക്തമായിട്ട് എഴുതി തന്നിരിക്കുക അദ്ദേഹം. അത് അതുപോലെ ഫോളോ ചെയ്താൽ മതി. പറയണ്ടല്ലേ? പണ്ടത്തെ പഠിച്ചിട്ടല്ലേ? പറയണം പറയണമെന്നുള്ളൊരു കൈ നോക്കൂ. കുട്ടികളൊന്നും കേൾക്കണ്ട, വലിയവർക്കൊക്കെ കേട്ടെ. നിങ്ങൾ വേണമെങ്കിൽ കേട്ടോളൂ, മറ്റു ചെവി കൂടെ കാണുന്നുള്ളൂ. പിന്നെ പഠിച്ചോളൂ. ചെറുതായിട്ട് തലയിലേക്ക് കയറിക്കോട്ടെ, അത് മതി. ഉറക്കം വരുന്നില്ലല്ലോ. യമത്തിൽ പറയുന്നത് 5 പോയിന്റുകളാണ്. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഞാൻ 5 പോയിന്റുകളാണ് പറയുന്നത്. അഹിംസ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞോ, ഞങ്ങൾ കുട്ടിയെ കേട്ടിട്ടുണ്ട്, ആരെയും ഹിംസിക്കരുത്, വാക്കിലും പ്രവൃത്തിക്കൂടെ ഒന്നും ആരെയും ഹിംസിക്കരുത്. ഞാനില്ലേ നമ്മൾ കേട്ടത് അല്ലേ? അതുപോരാ, പതഞ്ജലി പറയുന്നത് അതല്ല. നിങ്ങൾ നിങ്ങളെ ഹിംസിക്കരുത്. നിങ്ങൾ നിങ്ങളെ ഹിംസിക്കാണ്ട് നിങ്ങൾ ആരെയും ഹിംസിക്കില്ല. നമ്മൾ മറ്റുള്ളവരെ ഹിംസിക്കരുത്, നമ്മൾ നമ്മളെ ഹിംസിക്കുമ്പോഴാണ്. അതെന്താ അങ്ങനെ പറയണേ? വേണ്ടാത്ത ഭക്ഷണം കഴിക്കുക അല്ലേ? വേണ്ടാണ്ട് രാത്രി മുഴുവൻ മൊബൈൽ നോക്കിയിരിക്കുക, ഉറക്കം മതിയാവാണ്ടിരിക്കുക. ഇതൊക്കെ നമ്മളെ ഹിംസിക്കില്ല. അപ്പൊ നമ്മളെ ഹിംസിച്ചത് അങ്ങനെ ശരിയാവണേ? അപ്പൊ അഹിംസ നമുക്ക് പലപ്പോഴും തെറ്റായത് ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് കുറ്റബോധം വരാതിരിക്കണമെങ്കിൽ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ
നമ്മൾ എന്തുകൊണ്ട് ഈ പ്രവൃത്തി ചെയ്യുന്നു. അതായത് നമ്മൾ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് സത്യം. നമ്മൾ നമ്മളോട് സത്യം പറയണം. നമ്മൾ ചിലപ്പോൾ എന്താ പറയാറിയോ, ഇങ്ങനെ നമ്മളെ തന്നെ നന്നാക്കി കാണിക്കാൻ വേണ്ടി പറഞ്ഞു നമ്മൾ അതാണെന്നുള്ള ഒരിക്കലും വരുത്തി കൂട്ടും. സത്യത സത്യം നമ്മൾ സത്യമായിട്ട് തന്നെ പറയണം. കുട്ടികൾ കണ്ടിട്ടില്ലേ ഡാൻസ് കളിച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നാൽ നന്നായില്ലേ ചോദിക്കല്ലേ, അവർക്ക് നന്നായി കേൾക്കാൻ വേണ്ടേ, ആ സത്യം കേൾക്കണ്ടേ അല്ലേ. സാരില്ല, കുട്ടികൾക്ക് സമാധാനമായിട്ട് നന്നായി പറഞ്ഞോളൂ. പക്ഷെ നന്നായോ ഇല്ലേന്നോ അവരോട് തന്നെ എനിക്ക് ഇന്നലെ തെറ്റുപറ്റി അവരൊന്നും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, അടുത്തുള്ള കറക്റ്റ് ചെയ്താൽ മതി. നമ്മൾ നമ്മളുടെ സത്യം കാണുമ്പോഴേ നമുക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ അതിനൊക്കെ വലയത്തിൽ പെടുകയാണ് ചെയ്യുന്നത്. അതാണ് പറയുന്നത് പതഞ്ജലി, സത്യം നമ്മളോട് പറയണം. അഹിംസ സത്യം. അസ്തേയം സ്തേയം എന്താ അറിയോ സ്തേയം കട്ടെടുക്ക. നമ്മൾ ആരെങ്കിലും കട്ടെടുക്കാറുണ്ടോ? ഓ, നമ്മളൊക്കെ നല്ല ആൾക്കാരല്ലേ. അയ്യോ, ആ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പറഞ്ഞില്ലേ കട്ടെടുത്ത് കഴിഞ്ഞു. നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളെ മോഹിക്കുമ്പോ തന്നെ കട്ടെടുക്കൽ കഴിഞ്ഞു. അപ്പൊ നമുക്ക് വേണ്ടത് നമുക്ക് വേണം, വേണ്ടാന്ന് പറയുന്നില്ല. നമുക്ക് വേണ്ടത് ആവശ്യത വേണം. അത് വെച്ച് ബാക്കിയുള്ളവരുടെ എന്തെങ്കിലും കണ്ട് എല്ലാവരും വേണ്ട പോലെ കാര്യങ്ങൾ നടത്തുന്നതാണ് ബ്രഹ്മചര്യം എന്ന് പതഞ്ജലി പറയുന്ന ബ്രഹ്മചര്യം. ഓക്കെ, അതായത് ശ്രദ്ധ, ആറ്റിറ്റ്യൂഡ്, നല്ല ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരിക, അതാണ് ശരിയായിട്ടുള്ള ബ്രഹ്മചര്യം. അടുത്തതാണ് പറയുന്നത് അപരിഗ്രഹം. പരിഗ്രഹം ചെയ്യുന്നത് കൂട്ടിയിരിക്കുക. അപരിഗ്രഹം പറഞ്ഞാൽ വേണ്ടതിൽ കൂടുതൽ കൂട്ടിയിരിക്കുക. മഹാത്മാഗാന്ധി പറഞ്ഞത് എന്താ അറിയോ, കാല് കഴുകാൻ ഒരു കുമ്പിൾ വെള്ളം മതിച്ച് 2 കുമ്പിൾ വെള്ളം എടുക്കുന്നത് കൂടി പരിഗ്രഹം. അത്രയും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ കാര്യം ചിലവർ അലമാരയിട്ട് തുറന്ന ഡ്രസ്സുകൾ വീഴില്ലേ എന്നാ അറിയില്ല. ഒരു ഡ്രസ്സ് അത് ഞാൻ അന്ന് കല്യാണത്തിന് 3 കൊല്ലം മുമ്പ് കൊടുത്തതാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കണ്ടാൽ മറ്റുള്ളവരെന്താ വിചാരിക്കും, എനിക്ക് ഒന്നേ ഉള്ളൂ വിചാരിക്കും എന്നൊക്കെ വിചാരിക്കും കുട്ടികളല്ലേ. അങ്ങനെയുള്ളതാണ് പരിഗ്രഹം. നമ്മൾ ഈ ലോകത്തിലുള്ള പ്രകൃതി എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ്. അത് 1-2 ആളുടെ ഭൂസ്വത്തൊന്നുമല്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി വേണ്ടതാണ് ഈ പ്രകൃതി എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അവരവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം, ആവശ്യത്തിൽ കഴിവിനെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് അപരിഗ്രഹം. അതാണ് 5 പോയിന്റ്. മറ്റുള്ളവരോട് പെരുമാറുക. അടുത്തതാണ് നിയമം. ഈ വ്യാസന്റെ ഒക്കെ ഭാഷ്യത്തിൽ വേറെ പലതും പറയുന്നുണ്ട്. നമുക്ക് അതൊന്നും നടക്കണ്ട. അതാണ് ബേസിക് ആയിട്ട് നമ്മൾ സാധാരണ ലെവലിൽ പറയുമ്പോൾ ഇതാണ് 5 പോയിന്റ്. നിയമം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ എങ്ങനെ ഇരിക്കണം. ഒന്നാമത്തെ പോയിന്റാണ് ശൗചം. ശൗചം പറഞ്ഞാൽ വൃത്തിയുള്ളവരാണ്. എങ്ങനെ വൃത്തിയുള്ളവരാകാം? നമ്മൾ ശരിക്കും മലയാളികള്, പ്രത്യേകിച്ച് നമ്പൂരിമാര് വളരെ വൃത്തിയുള്ളവരാണ് ഇല്ലേ. നമ്മളെല്ലാവരും രാവിലെ പോയിട്ടും ഇല്ലേ, വൈകുന്നേരം ചിലപ്പോൾ വെയിൽ എഴുതും, ഉച്ച വെയിൽ എഴുതും അല്ലെ, നമ്മൾ നല്ല വൃത്തിയുള്ള. പക്ഷേ വൃത്തി പറയുന്നത് നമ്മൾ മാത്രം ഉണ്ടായാൽ പോരാ. നമ്മുടെ വീട് മുഴുവൻ വൃത്തിയാവണം, വീട്ടിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ വൃത്തിയാവണം, വീടിന് ചുറ്റും വൃത്തിയാവണം, നാട് വൃത്തിയാവണം, ലോകം വൃത്തിയാവണം. ഇതൊക്കെ നമ്മുടെ കയ്യിലായിരിക്കും അല്ലെ. നമ്മൾ ഓരോരുത്തരും വൃത്തിയായി കഴിഞ്ഞാൽ പതുക്കെ എല്ലാവരും വൃത്തിയാവും. അതാണ് ശൗചം. അത് മാത്രം പോരാ, മനസ്സ് വൃത്തിയാവണം. എങ്ങനെ മനസ്സ് വൃത്തിയാക്കുക? മനസ്സ് വൃത്തിയാക്കാനായിട്ട് നല്ല കാര്യങ്ങൾ ചിന്തിക്കണം. നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കും, മറ്റുള്ളവരുടെ കുറ്റം പറയും ഇല്ലേ. പരദൂഷണം പറയല് മനുഷ്യന്റെ വളരെ, മൃഗങ്ങൾക്ക് പരദൂഷണം പറയില്ല കേട്ടോ. നമ്മൾ പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മളാ മൃഗങ്ങള് അല്ലെ. നമ്മൾ ഒരാൾ വീട്ടിൽ വന്നെ പോയി എന്തെങ്കിലും അങ്ങനെയൊക്കെ അവരങ്ങനെയൊക്കെ തന്നെയാണ്, നമുക്കറിയാലോ. അങ്ങനെയൊക്കെ പറയൂലേ, കുറ്റം പറയും. ഒരാവശ്യമില്ല. അത് ശൗചത്തിൽ നമ്മുടെ മനസ്സിൽ ഒരാളെ കുറിച്ച് നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് അഴുക്ക് വരികയാണ്. ക്ലക്കർ ചെയ്യണം. വിളക്ക് ഓർത്തോളൂ, ആ വിളക്കിൽ വരുന്ന കരി ഒന്ന് ചിന്തിക്കുമ്പോൾ തന്നെ കരി വരും. അപ്പൊ നമ്മൾ ആരെ കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പാടില്ല. എന്താ വെച്ചാൽ ലോകം എന്ന് പറഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവും കൂടിയതാണ്, അറിഞ്ഞതാണ് നെഗറ്റീവും പോസിറ്റീവും. അപ്പൊ നമ്മൾ ആരെ കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവുക അഹിംസ. ഓർക്ക, ആരെയും നമ്മളെ ഹിംസിക്കരുത്. അത് നമ്മൾ ആരെ കുറിച്ച് നെഗറ്റീവ്, എല്ലാം ഇന്റർകണക്റ്റഡ് ആട്ടോ, എല്ലാം ഇന്റർകണക്റ്റഡ് ആ. ശൗചം പറഞ്ഞാൽ ആരെ കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ഒന്നും വേണ്ട. എപ്പോഴും അപ്പാപ്പ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി, അപ്പാപ്പ നടക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. ഇത്രയും
ശൗചമുണ്ട്. ശൗചം ശരിയായിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് സന്തോഷം. സന്തോഷം ഉണ്ടാവുന്ന ഒരു ടേക്കറി കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ആൾക്കാരായിട്ട് ഇങ്ങനെ പെരുമാറല്ലേ. അപ്പോൾ പലതരം ആൾക്കാരുണ്ട്. ചില ആൾക്കാർ നമ്മളെ പോലെ ചിന്തിക്കുന്നവര്, അങ്ങനെയുള്ളവരോട് അവരെയൊക്കെ അത് നല്ല സ്നേഹമായിട്ട് അവരോട് പെരുമാറും മാത്രമല്ല, അവർ ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യും. അപ്പൊ നമ്മൾ അവരെ അഭിമാനിക്കണം, പിടിച്ചോണ്ടിരിക്കുക. അറിയോളൊക്കെ ഇങ്ങനെ മുറിഞ്ഞോണ്ടിരിക്കുക. അറിയില്ലേ? പഠിച്ചിട്ടില്ലേ ബയോളജിയില്, സുവോളജിയില് ഇങ്ങനെ കോശങ്ങൾ മുറിഞ്ഞുകൊണ്ടിരിക്കുക എല്ലാം. അങ്ങനെ മുറിയുന്ന സമയത്ത് ഒരുപാട് മെറ്റാബോളിക് ഇതുണ്ടായിരിക്കും, അഴുക്കുകൾ ഉണ്ടായിരിക്കും ആ മുറിയുന്ന സമയത്ത്. അത് മുഴുവനും നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോണത് ഈ ശ്വാസത്തിൽ കൂടെയാണ്. നമ്മൾ മനുഷ്യൻ ജനിച്ച് വീഴുമ്പോൾ ശ്വാസം വലിക്കുന്നു. മരിക്കുന്നത് എങ്ങനെയാണ്? ശ്വാസം വിട്ടോണ്ട് മരിക്കുന്നു അല്ലെ? അങ്ങനെ ഈ ശ്വാസത്തിൽ കൂടെയാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ അഴുക്കുകളും പുറത്തേക്ക് പോകുന്നത്. പിന്നെ വേറെ എങ്ങനെ അഴുക്ക് പോകുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന്? മലമൂത്രത്തിൽ കൂടെ പോകും. പിന്നെ എങ്ങനെ അഴുക്ക് പോകുന്നത്? വേറെ. അപ്പൊ ഇങ്ങനെ 3 രീതിയിൽ കൂടെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് അഴുക്ക് പുറത്തേക്ക് പോകുന്നത്. അത് പുറത്തേക്ക് പോയി എന്താ ഉണ്ടാവുക? ശരീരത്തിൽ കിടക്കും. അപ്പൊ നമുക്ക് എന്താ ഉണ്ടാവുക? സുഖമുണ്ടാവും. അപ്പൊ സുഖത്തിന് കാരണം എന്താണ്? നമ്മുടെ ശരീരത്തിലെ അഴുക്കാണ്. അപ്പൊ നമ്മുടെ പ്രധാന ഡ്യൂട്ടി എന്താ? നമ്മുടെ ശരീരത്തിലെ അഴുക്ക് പുറത്തേക്ക് കളയുക. ആസനം അവിടെ ഇരിക്കട്ടെ, അതിനേക്കാളും പ്രധാനം ശരീരത്തിലെ അഴുക്ക് പുറത്തേക്ക് കളയുകയാണ്. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ പ്രാണായാമം ചെയ്യേണ്ടത്. പക്ഷേ പതഞ്ജലി പറയുന്ന പ്രാണായാമം ഇതൊന്നുമല്ല. ഇത് ഹഠയോഗത്തിൽ പറയുന്ന പ്രാണായാമമാണ് ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്നത്. പതഞ്ജലി പറയുന്ന പ്രാണായാമം ശ്വാസപ്രശ്വോ ഗതി വിച്ഛേദന ഇതി പ്രാണായാമ. ശ്വാസത്തിന്റെ ഗതിയല്ല നിർത്തുക, എന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോവുക. അതാണ് പ്രാണായാമം. അതിപ്പോ എങ്ങനെ നടക്കാല്ലേ? ശ്വാസം വലിക്കാണ്ട് മനുഷ്യന് പറ്റുമോ? പറ്റും. അത് യോഗ പതുക്കനെ ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. ശ്വാസം വലിക്കുന്നില്ല എന്നൊന്നും പറയണില്ല. ശരീരത്തിന് ആവശ്യമായ ശ്വാസം വലിക്കുന്നുണ്ടാവും. ശ്വാസത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് പൂർണ്ണമായിട്ട് പോവുകയാണ് ചെയ്യുന്നത് യോഗയില്. ഓക്കെ, അപ്പൊ അതാണ് പ്രാണായാമം. പക്ഷെ കുറെ പ്രാണായാമങ്ങൾ കയ്യിൽ കാണാതുകൊണ്ടാണ് കംപ്ലീറ്റ് നീട്ടി വെക്കണം. അങ്ങനെ വെച്ചാൽ പറ്റും അറിയില്ല, എത്രയും കയറ്റി വെക്കാൻ നല്ലത്. അപ്പൊ ഈ മുട്ടില് നമുക്ക് അനക്കി കൊടുക്കാൻ പറ്റും. മുട്ടിന്റെ കാറ്റ് അതിങ്ങനെ അനക്കി കൊടുക്കാം. കാണിച്ചു വളരെ ഈസി ആയിട്ട് എത്രയും കയറ്റി വെക്കുക. അത് ഞാൻ ചെയ്യേണ്ടത് ഈ മുട്ടിന്റെ കാറ്റ് ചേർത്ത് അനക്കി അങ്ങനെ ടൈറ്റായിട്ടാ ഒരിക്കലും പറഞ്ഞിട്ട് ഇനി അങ്ങോട്ട് പറയും. പിന്നെ ഒരു കൈകൊണ്ട് മറ്റേ കൈ വെച്ചിട്ട് നല്ലോണം അഞ്ചു കൊടുത്താൽ ഒരു ഡയറക്ഷനിലേക്ക് പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നല്ല ഫ്ലെക്സിബിൾ ആയിട്ട്. ഓക്കെ, ഇനി മുട്ട് തൊട്ടിട്ട് ബട്ടക്സ് വരെ ഇടുപ്പ് വരെ നന്നായിട്ട് തരും. ഇനി മറ്റേ ഓക്കെ, നന്നായിട്ട് തലയിൽ കൊടുക്കാൻ അഞ്ച് പ്രാവശ്യം 8 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു തെറ്റുന്നത്. ഇനി നമുക്ക് ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെ പഠിച്ചു കൊടുക്കണം. ഓക്കെ, ഈ കാലം നീക്കി വെച്ചിട്ട് അല്ല അനക്കി രണ്ട് പ്രാവശ്യം കളിക്ക് അനക്കി കൊടുക്കുക. ഒരു കൈ മറ്റേ കൈ കൊണ്ടുവച്ച് പക്കത്തിൽ 5 വട്ടം തലവിടുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ 5. അത് കൊണ്ട് ചേർത്തിട്ട് ഇടുപ്പ് വരെ അടിച്ചു.
മോനെ, ഞാൻ ചെയ്യണ പോലെ ചെയ്തോളൂ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് ചെയ്തോളൂ, അങ്ങനെ ഇരുന്ന് ചെയ്യാം. പിന്നെ സൈഡില് തിരിച്ചത് തട്ടുമുട്ടല്ല തലവല്ല ഈ തലവല്ലിയിൽ ചെയ്യുന്നല്ലേ ഇവിടെ മൈഗ്രേൻ പെയിൻ വന്നാൽ പെട്ടെന്ന് വന്നാൽ പറയാൻ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് തല മറവായിട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ